എന്നാലേ ഞാൻ മഹാഭാരതത്തിലെ പാഞ്ചാലിയാവും 5 കെട്ടിയന്മാരൊക്കെ പോലെ. എന്റെ പൊന്നു മഹാരാജാവേ, നമ്മുടെ മകൻ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകാൻ പറഞ്ഞ ബ്രോക്കർ ഇന്നെങ്ങാനും വരില്ല. അയ്യോ ഇതാരാ അറിയില്ലേ? ഇതാണ് ചെറുക്കന്റെ അച്ഛൻ. ഇന്നലെ കഥാപ്രസംഗ പരിപാടിയുടെ 10 മണിക്ക് ചുടനീക്കൾ 11 പിന്നെ 12 അവസരം 1 നീ സിംബടിച്ചോ പക്ഷേ കിട്ടടിക്കല്ലേ അതാണോ ഇത്രയും വൈകിയത്? വരുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടിയൊന്നും പഞ്ചറായി. എന്നിട്ട് സ്റ്റെപ്പിനില്ലായിരുന്നു. സൈക്കിളിൽ എവിടെയാണ് സ്റ്റെപ്പിനി? 3 വർഷം മുമ്പ് ആശം ഒരു കെട്ട് നടത്തിയതിന്റെ പാരിതോഷികമായി പെട്ടിക്ക് അപ്പം കൊടുത്ത വേണ്ട അത് കെട്ട് എങ്ങനെ വെട്ടാതിരിക്കും? ആരെനിക്ക് ഒരു പെണ്ണിനെ കെട്ടിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഈ നിൽക്കുന്ന മൂങ്ങയല്ലോ ഞാൻ കെട്ടിക്കുന്നത്. മൂങ്ങേണ്ട ഈ അഞ്ച് എങ്ങനെയുള്ള പെണ്ണ് വേണമെന്ന് പറഞ്ഞു കൊടുക്ക. അതെ, പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, നല്ലോണം കടി വേണം, നല്ലൊക്കെ മുടി വേണം, ഇതരം വേണം, കിട്ടി വേണം. ഞാൻ അവതരിപ്പിക്കുന്ന പെണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുന്ദരിയാണ്, സുമുഖിയാണ്, സുശീലയാണ്, മേക്കപ്പില്ലെങ്കിൽ വെല്ലുമയാണ്. എന്തായാലും വേണ്ടില്ല, ഞങ്ങളെ പൊന്നു പോലെ നോക്കുന്ന പെണ്ണാണ്. ഞാൻ അറിയാൻ പാടില്ല ചോദിക്കുക. ഈ നാടിന്റെ രോമാഞ്ചമായി പാൽപ്പറന്ന് നടക്കുന്ന യുവകോമനെ പിടിച്ച് നിങ്ങൾ എന്തിനാണ് വെടിയാട്ടിക്കുന്നത്? എന്തിനാണോ? അവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. പുസ്തകത്തൊരു മകനെനിക്കുണ്ട് തങ്കപ്പൻ, അവളുള്ള കടവിളി ഒളിച്ചിരിക്കണ തങ്കപ്പൻ. ചെറുക്കനെ കുറിച്ച് കൂടുതൽ അനുസരിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു യാത്ര പോകാം. ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. ഒരു വരട്ടെ എങ്ങോട്ടെങ്കിലും കൂടോ? ഹലോ, അയ്യോ ഇന്നത്തെ ഡോക്ടറിന്റെ ഡോഗിനെ കൊണ്ടുവരാൻ പറ്റില്ല.
പെണ്ണെവിടെ? അപ്പ പെണ്ണെവിടെ? തൊണ്ടി സാധനം ഞാൻ നിന്നെ എത്തിക്കാൻ പോവാ. ഇനി മുതൽ നീയാണ് സൂക്ഷിക്കേണ്ടത്. മോളെ വന്നിട്ട് ഇത് നമ്മെ തട്ടിക്കൊല്ലാൻ പോവുകയാണോ? എന്തോ നമുക്ക് അപ്പം പോയി ചായ കുടിക്കാനാണ് സാർ വന്നത്. ചായ കുടിച്ച് തീരുന്നത് എനിക്കും എന്റെ സംഘത്തിനും 5 നിമിഷം വിശ്രം. കിട്ടിയത് നിന്റെ സൗഭാഗ്യമാണ്. സൗഭാഗ്യം